ഇവിടെ ആരെയാണ് കൊന്നത്? നിരായുധരായ മനുഷ്യരെയാണ്, സിവിലിയൻസിനെയാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. ഇസ്ലാമിക തീവ്രവാദമാണ് നടക്കുന്നത് എന്ന ഒരു വേർഷൻ കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് കൊന്നത് എന്നുള്ളത് വ്യക്തമാണ്. അവിടെ മരിച്ചവരെല്ലാവരും ഇന്ത്യക്കാരാണ്, ഇന്ത്യൻസ് എന്നുള്ളതാണ് അവരുടെ കോമൺ ആയിട്ടുള്ള ഐഡന്റിറ്റി. അവരെ വെടിവെച്ചിടുന്നത് ഇസ്ലാം അല്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ടാണ്. നേരത്തെ സൂചിപ്പിച്ച കുതിരക്കാരൻ, അയാൾക്ക് ജീവൻ നഷ്ടമാകുന്ന എപ്പോഴാണ്? ആദ്യം അയാളെ പരിശോധിക്കുന്നുണ്ട്. അവിടെയുള്ള ഈ വിക്ടിംസ് തന്നെ, അതായത് രക്ഷപ്പെട്ട സ്ത്രീകൾ തന്നെ പറയുന്നു, ഈ കുതിരക്കാരനെ പരിശോധിക്കുന്നു, കുതിരക്കാരൻ കശ്മീരിയാണ്, മുസ്ലിമാണ് എന്ന് ഉറപ്പാക്കിയ ശേഷം അയാളെ വെറുതെ വിടുന്നു. പക്ഷേ അപ്പോൾ എത്രത്തോളം പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് അവർ നടത്തുന്നത്, അതിന്റെ ഉദ്ദേശം എന്താണ് എന്നത് കൃത്യമായി കേന്ദ്ര സർക്കാർ ഇതിനകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ വെടിവെച്ചിട്ട ആളുകൾ എല്ലാവരും കൃത്യമായി ലഷ്കർ ഇ തൊയ്ബയുടെ പരിശീലനമാണോ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പരിശീലനമാണോ അവർക്ക് കിട്ടിയത് എന്നത് മാത്രമാണ് ഇനി വ്യക്തമാകേണ്ടത്. കാരണം ആർമി എങ്ങനെയാണോ ആക്ട് ചെയ്യുന്നത് അതുപോലെയാണ് ഓരോരുത്തരെയായി ഹാൻഡ് പിക്ക് ചെയ്ത് അവരെ പരിശോധിച്ച് വെടിവെച്ചിടുന്നു. ഇപ്പോഴത്തെ കണക്കനുസരിച്ച്, കേന്ദ്ര സർക്കാരിന്റെ കണക്കനുസരിച്ച് 100 മുതൽ 250 വരെ സ്ലീപ്പർ സെൽസ് കശ്മീരിൽ കിടക്കുന്നുണ്ട്. അത് മുഴുവൻ നിർവീര്യമാക്കുക എന്ന ഒരു ഓപ്പറേഷനിലേക്ക് അവർക്ക് കടക്കേണ്ടതുണ്ട്. പാകിസ്ഥാന്റെ ഒരു ഔദ്യോഗിക വേർഷനായി ഒരു ട്വീറ്റായി വരുന്നത്, ഇന്ത്യ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ. പക്ഷേ ഇന്ത്യ പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണം ഇപ്പോൾ നടത്തുന്ന നരേന്ദ്രമോദി പറയുന്നതാണ് ശരി എന്ന് പ്രതിപക്ഷം തന്നെ സമ്മതിക്കുന്നതാണ്. ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ വി ഡി സതീശനും എം എ ബേബിയും പോലെ 1-2 പേർ മാത്രമാണ് സുരക്ഷാ വീഴ്ച എന്ന കാര്യത്തിലേക്ക് ശ്രദ്ധ കൂടുതൽ ഊന്നുന്നത്. പക്ഷേ ഇവിടെ ഉണ്ടായ കൂട്ടക്കുരുതി എന്ന് പറയുന്നത് ഒരു മസാക്കറാണ്. അപ്പോൾ ആ കൂട്ടക്കുരുതി എന്ന രീതിയിൽ തന്നെയാണ്, അതൊരു ജീനോസൈഡ് എന്ന രീതിയിലാണ് അതിനെ കാണേണ്ടത്. അത് ചെയ്തവർ, അവർ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം ഇന്ത്യൻ മുസ്ലിംസ് വേഴ്സസ് ഇന്ത്യൻ ഹിന്ദുസ് എന്നതാണ്. അവിടെ ഈ കൊലപാതകത്തിലൂടെ അവർ ലക്ഷ്യമിട്ടിരിക്കുക, അല്ലെങ്കിൽ ഇന്ത്യൻ മുസ്ലിം എന്ന് പറയുന്നത് അവർ തിരിച്ചടിക്കാനായി നിൽക്കുന്നവരാണ്. അങ്ങനെയുള്ള ഒരു ഡിവൈഡ്, കൃത്യമായ ഒരു പോളറൈസേഷൻ എങ്ങനെയാണോ പാകിസ്ഥാൻ ഉണ്ടായത് അതേപോലെയുള്ളൊരു പോളറൈസേഷനാണ് ഉണ്ടാക്കാനായി ഇപ്പോൾ ശ്രമിച്ചിരിക്കുന്നത്. അത് ലഷ്കർ ഇ തൊയ്ബയുടെ പ്ലാനാണ്. ലഷ്കർ ഇ തൊയ്ബയുടെ പ്ലാനാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? അവർ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഹിന്ദുക്കൾ ഭൂരിപക്ഷമായിട്ടുള്ള ജമ്മു അല്ല, മുസ്ലിംസ് ഡോമിനേറ്റ് ചെയ്യുന്ന കശ്മീരാണ്. അവിടെയാണ് ഈ സ്ലീപ്പർ സെൽസിനെ എല്ലാം ആക്റ്റീവാക്കി അവരിപ്പോൾ നിർത്തുന്നത്. കാരണം അവിടെ ആര് തിരിച്ചടിച്ചാലും, അവിടെയുള്ള സൈനിക വാഹന വ്യൂഹം അല്ലെങ്കിൽ സൈനികർ ആക്രമിക്കപ്പെട്ടാലും സാധാരണക്കാർ ആക്രമിക്കപ്പെട്ടാലും അത് മുസ്ലിം ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായി ആ ഒരു ടാഗ് ലൈൻ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അവിടെ താമസിക്കുന്നത് കൂടുതൽ ഭൂരിപക്ഷമായിട്ടുള്ള മുസ്ലിങ്ങളാണ്, ഇവർക്ക് അഭയം കൊടുക്കുന്നത് എന്ന ഒരു നറേറ്റീവ് അവിടെ കൊണ്ടുവരാൻ പറ്റും. ഹിമാൻഷിയുടെ കണ്ണീരിന് അതിന് മറുപടി കൊടുക്കേണ്ടത് ഇന്ത്യയിലെ ഓരോരുത്തരുമാണ്.